അമലഭാരതം പദ്ധതിയുടെ ഭാഗമായുള്ള 4ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ പമ്പയിലും സന്നിധാനത്തും തുടങ്ങി. മാതാ അമൃതാനന്ദമയി മഠത്തിലെ 3200 ഭക്തരാണ് ശുചീകരണം നടത്തുന്നത്. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ തുടങ്ങിയ അമലഭാരതം പദ്ധതിയുടെ 4ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളാണ് പമ്പയിലും സന്നിധാനത്തും നടക്കുന്നത്. അയ്യപ്പ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പമ്പയും സന്നിധാനവും പൂങ്കാവനവും ശുചിത്വപൂർണ്ണമാക്കും. പമ്പയിൽ നടന്ന ഭക്തിനിർഭരമായ ചടങ്ങിൽ 4ാം ഘട്ട ശുചീകരണ പരിപാടി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവസ്വം ബോർഡ് അംഗം സുഭാഷ് വാസു അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ VN ജിതേന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 3200ഓളം ഭക്തരാണ് പമ്പയിലും സന്നിധാനത്തും നിസ്വാർത്ഥ സേവനം നടത്തുന്നത്. പ്ലാസ്റ്റിക്കേതര മാലിന്യങ്ങൾ വേർതിരിച്ച് കവറുകളിൽ ശേഖരിച്ച് സംസ്കരിക്കും. 2 ദിവസമായാണ് ശുചീകരണം നടത്തുന്നത്. PK പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, ശബരിമല. അമലഭാരതം പദ്ധതിയുടെ ഭാഗമായുള്ള ശബരിമല ശുചീകരണത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ നിർവഹിച്ചു. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ N ബാബു, അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കിട്ടരംഗൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമലഭാരതം പദ്ധതിയിലൂടെ മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ പറഞ്ഞു. മഠത്തിന്റെ സേവനം ദേവസ്വം ബോർഡിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉപയോഗപ്രദമായ ഒരു പദ്ധതിയാണ് ഇതിൽ കൂടി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് മറ്റുള്ളവർക്കും കൂടി മാതൃകയാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം ഈ ശുചീകരണം ഒരു പ്രശ്നമാവുകയില്ല. ഓരോരുത്തരും അവനവൻ്റെ പരിസരങ്ങളും ചുറ്റുപാടും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി സംസ്ഥാനത്തിന് മുഴുവൻ ആ അന്തരീക്ഷം ഉണ്ടാക്കുവാൻ സാധിക്കും. വളരെയേറെ ശ്ലാഘനീയമായ ഈ പ്രവൃത്തിക്ക് മുൻകൈയെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്കെല്ലാം ഉള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.